ക്ലാസ് എടുക്കുന്ന മുമ്പ് ഒരു കുട്ടിയോടെ കൊണ്ടുവരും. ഞാൻ ആ കുട്ടിയോട് വേറെ ആവശ്യത്തിന് പാട്ട് പഠിക്കാൻ വേണ്ടി കുട്ടി വന്നിരുന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവന്നു. കുട്ടി താഴെ പോയി എനിക്ക് വെള്ളം എടുത്ത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോയി ഇവിടെ വെള്ളം എടുത്ത് കൊണ്ടുവന്നു. അപ്പോ വെള്ളം തരുന്നത് അല്ലാഹു ആണോ ആ കുട്ടിയാണോ? കുട്ടിയല്ല വെള്ളം തരുന്നത്, എനിക്ക് ഉറപ്പാണ്. എനിക്ക് തരുന്ന ആ വെള്ളം തരുന്നത് അല്ലാഹു ആണ്. ചോദിക്കുന്നത് കുട്ടിയോടാണ്, പക്ഷെ യഥാർത്ഥ ചോദ്യം അല്ലാഹുവിനോടാണ്. ഈ കുട്ടി മുഖേന അല്ലാഹു തരുമെന്നുള്ള വിശ്വാസമാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തരുമെന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. മഹാനായ ശാഫിഈ റളിയല്ലാഹു അൻഹു ജിന്ദാബാദില്ലല്ലോ, ചെറിയ ആളായിട്ടാണോ? ആലിമു ഖുറൈശി യംലഉ തിവാഖൽ അർള ഇൽമാ, ഭൂമിയുടെ ഉപരിമണ്ഡലത്തിൽ വൈജ്ഞാനികം കൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതന്റെ കുടുംബത്തിൽ ജനിക്കാനുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് ശാഫിഈ ഇമാമിനെ കുറിച്ചാണെന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ശേഷമുള്ള സർവ്വ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 150 കൊല്ലത്തിന് ശേഷം ഇവിടെ ജനിക്കുന്ന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ലോകത്ത് ആർക്കൊരു അനുഗ്രഹം ലഭിച്ചോ, ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങളുടെയും അനുഗ്രഹത്തിന്റെ നിമിത്തം അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാഫിഈ പറയാ, അതെങ്ങനെ ഉസ്താദേ, ആദം നബിയുടെ മുമ്പാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്, ആദം നബിയുടെ ശേഷമാണോ? ആദം നബി ആരാണ്? ആദം നബി അബുൽ ബശറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയാണ്, ഖാതമുൻ നബിയാണ്. അങ്ങനെയൊക്കെയല്ലേ നബി തങ്ങളുടെ പേര്. നബി തങ്ങൾ അവസാനം വന്ന പ്രവാചകരാണ്. ഈ ഖാതം എന്ന് പറഞ്ഞാൽ പ്രവാചക ശൃംഖലയിലെ ഒരു ശീല വെച്ച ആളാണ്. ഇനി പ്രവാചകന്മാരില്ലല്ലോ, അപ്പൊ ലാസ്റ്റുള്ള പ്രവാചകൻ എങ്ങനെയാണ് ആദ്യമുള്ള പ്രവാചകർക്ക് അനുഗ്രഹമാവുന്നത്? ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആദം നബിയെയല്ല, ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് മലക്കിനെയല്ല, അല്ലാഹു ആകാശത്തിനെയല്ല, ജിബ്രീലിനെയല്ല, അർശിനെയല്ല, ഒന്നുമല്ല. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഏതാണ് സൃഷ്ടിക്കപ്പെട്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിനെയാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇന്നും നിങ്ങൾ ചൊല്ലിട്ടുണ്ടാകും അല്ലേ? മഖ്ബൂസ് മൗലിദിൽ, ശറഫലന മൗലിദിൽ, ബർസജി മൗലിദിലൊക്കെ ഇതിങ്ങനെ എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സൃഷ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറാണ്. ആ നൂറിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാമിനെ സർവ്വരെയും അല്ലാഹു തആല സൃഷ്ടിക്കുന്നത്. അപ്പോൾ ശാഫിഈ ഇമാം പറഞ്ഞതുപോലെ ലോകത്ത് ആർക്ക് അനുഗ്രഹം ലഭിച്ചാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന മാത്രമാണ് അല്ലേ? നബി തങ്ങൾ മുഖേന മാത്രമേ അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നുള്ളൂ. അത് ശാഫിഈ ഇമാം വളരെ കൃത്യമായി പറയാണ്. ഞാൻ പറഞ്ഞ സംഭവത്തിലേക്ക് തിരിച്ചു വരാം. കടക്കാരനായ വ്യക്തി കടം വീട്ടണോ എന്നുള്ള ലക്ഷ്യത്തിൽ മദീന കുബ്ബയുടെ റൗള ശരീഫിന്റെ താഴെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ചൊല്ലിക്കോളി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് പറയാൻ, വിളിച്ചിട്ട് സലാം പറയുകയാണ്, എന്നിട്ട് സ്വലാത്ത് ചൊല്ലുകയാണ്, എന്നിട്ട് പറയാണ് അല്ലാഹുവിന്റെ റസൂലേ യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകനെ, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകനെ, ദൈനി എന്റെ കടം. അത്രേ പറഞ്ഞുള്ളൂ. നബിയെ എന്റെ കടം അത്രേ പറഞ്ഞുള്ളൂ. അത്ര പറഞ്ഞാൽ മതിയോ? മതി. കാരണം
നമ്മുടെ വീട്ടിലൊരു കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ബേജാറുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നവരോട് പറയും, നമ്മളെ മോളെ കല്യാണാണെന്ന് പറഞ്ഞാൽ മതി, ദുആ ചെയ്യണമെന്ന് പറയണം എന്നില്ല. എന്നാൽ തന്നെ ആൾക്ക് മനസ്സിലാവും, ദുആക്ക് കൊടുക്കും. ചിലപ്പോൾ സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായിരിക്കും, ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കും. നമുക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ നമ്മൾ പറയല്, ഭക്ഷണം വേണമെന്ന് പറയണ്ടോ? വിശക്കുന്നുണ്ട്, എന്റെ കടം, അത് മലയാള പ്രയോഗമാണ്, എന്റെ കടം എന്നുള്ളത്. യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകനെ, എന്റെ കടം. ഇതൊക്കെ പറഞ്ഞു യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ പുണ്യപൂമാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്ദരമായ രൂപത്തോട് കൂടെ വരികയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മോനെ എന്താണ് പ്രശ്നം? ഓ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൊല്യൂഷൻ നൽകുകയാണ്, പരിഹാരം നൽകുകയാണ്. എന്താണ് പരിഹാരം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ഇന്ന നാട്ടിൽ ഒരു ഹാജിയാറുണ്ട്, ആ ഹാജിയാറുടെ അടുത്തേക്ക് പോകണം. പിറ്റേന്ന് ഹാജിയാരുടെ അടുത്തേക്ക് പോയി. പോകുമ്പോൾ തന്നെ അവിടെ നീണ്ട ക്യൂ ആണ്, നന്നായി ഹാജിയാണ്. അപ്പോൾ ഈ നീണ്ട ക്യൂവിന്റെ ഇടയിൽ ഈ ഹാജി കണ്ടു, ഒരു വ്യക്തി ബാക്കിൽ നിൽക്കുന്നുണ്ട്. ആ വ്യക്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരി. എന്തിനു? നിങ്ങൾ വെച്ചോളി, ഇത് നിങ്ങൾക്ക് തരാന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചതാണ്. നോക്കണം, നബി തങ്ങൾ വഫാത്തായി 400 കൊല്ലത്തിന് ശേഷം നടന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചതാണെന്ന് ഒരു ഹാജി ആ വ്യക്തിയുടെ കയ്യിൽ ക്യാഷ് കൊടുക്കുകയാണ്. ആ വ്യക്തി കുറച്ച് ആൾക്കാരൊക്കെ പോയ ശേഷം മുമ്പ് വലിയ ക്യാഷ് ഇറക്കി നോക്കുമ്പോൾ എത്രയാണോ കടമുള്ളത്, ആ കടമുള്ള ക്യാഷ് കൃത്യമായി ലഭിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടപെടൽ മുഖേന അല്ലാഹു സഹായിച്ചു. ഈ നബി തങ്ങളെയല്ലേ സ്നേഹിക്കേണ്ടത്? ഉമ്മമാരെ, സഹോദരിമാരെ, ഞാൻ ഉറക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് മാത്രം എന്റെ ശരീരത്തോട് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ഹൃദയത്തിൽ റസൂലുള്ളാഹി ഉണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹി ഉണ്ടോ? എന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടെങ്കിൽ നമ്മൾ മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുമോ? നമ്മുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടെങ്കിൽ ആരും കാണില്ല എന്ന് കണ്ടതുകൊണ്ട് നാം അനാവശ്യമായി യൂട്യൂബിൽ സെർച്ച് ചെയ്യുമോ? നമ്മുടെ മക്കളെ അനാവശ്യമായ രൂപത്തിലേക്ക് നാം വിടുമോ? നമുക്ക് റസൂലുള്ള നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് നിസ്കാരം ഖളാക്കാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടുത്തെ സുന്നത്ത് വലിച്ചെറിയാൻ തോന്നുമോ? നബി തങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി സ്വലാത്ത് ചൊല്ലുന്നതിന് പകരം മറ്റേതെങ്കിലും ചെയ്തുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തുമോ? നബി തങ്ങളുണ്ടെങ്കിൽ കളവ് പറയുമോ? നബി തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമോ? ഗീബത്ത് പറയാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ ഹറാമിലേക്ക് ഇങ്ങനെ നോക്കാനാണ് കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കുടുങ്ങി പോകുമെന്ന് ചിന്തയുള്ള ഒരു വ്യക്തിക്ക് ഹറാം ചെയ്യാൻ കഴിയൂല. പക്ഷേ മനുഷ്യ സാഹചര്യമായി ധിക്കാരത്തോടുകൂടെ അല്ലാതെ ഹറാമുകൾ ചെയ്തേക്കാം. അത് വലിയ ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. തെറ്റായ കർമ്മങ്ങൾ ചെയ്തേക്കാം. അത്
ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ നമ്മൾ അംഗീകരിച്ചത് കൊണ്ടാണ്. അങ്ങനെ സംഭവിക്കാം, അത് വലിയ ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാഥനായ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷയാണ്. ഒരു വ്യക്തിയെ നമ്മൾ മൂന്നാമതായി സ്നേഹിക്കേണ്ടത് എന്തിനാണ്? ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് രണ്ടാമത്തെ കാരണം. മൂന്നാമതായി ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എന്താണ്? വ്യക്തിയുടെ സ്വഭാവമാണ്. ഹുസ്നുൽ ഖുൽഖല്ലേ നബി തങ്ങളുടെ സ്വഭാവം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, എന്താണ് നബി തങ്ങളുടെ സ്വഭാവം? കാന ഖുൽഖുഹു അൽ ഖുർആൻ. ആയിഷ ഉമ്മ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഖുൽഖുഹു അൽ ഖുർആൻ. സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വഭാവം ഖുർആനാണ് എന്ന്. ഇതിനെങ്ങനെ ശരിക്കും നമ്മുടെ ഭാഷയിൽ മറുപടി പറയേണ്ടത്? സ്വഭാവം നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്നല്ലേ പറയുന്നത്, അല്ലേ? നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് നമ്മളോട് ഒരാൾ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ മൂപ്പര് തരക്കേടൊന്നുമില്ല, ആള് വളരെ ഉഷാറാണ്, പക്ഷേ അങ്ങനെ നമുക്ക് ഉണ്ടാവാം, അല്ലേ? ഈ അടുത്തൊരു കൗൺസിലിൽ ഒരു കുട്ടിയോട് മോളെ നീ എന്തിനാണ് പ്രേമിക്കുന്നത് എന്ന് ചോദിച്ചു. ഒരു കുട്ടി രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്തിനാണ് പ്രേമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഓള് പറയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, അപ്പൊ സ്നേഹം കിട്ടുന്നിടത്തേക്ക് ഞാൻ പോകാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഉമ്മ നല്ല ഉമ്മയല്ലേ, നല്ല ഉപ്പയല്ലേ, നല്ല മാതാപിതാക്കളില്ലേ, പിന്നെന്തിനാണ് നീ സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയുന്നത്? അപ്പോൾ പറയാണ്, ഉസ്താദേ ഉമ്മയും ഉപ്പയും വളരെ നല്ലവരാണ്. നല്ലവരാണ്, വളരെ നല്ലവർ, വളരെ നല്ലത്, നല്ലവരല്ലേ നല്ലവര്. പക്ഷേ അവര് എൻ്റെ ഇഷ്ടത്തിന് അനുസരിക്കുകയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഉമ്മ ഉപ്പ എന്ത് ഇഷ്ടത്തിനാണ് എന്നെ സമ്മതിക്കാത്തത്? അവള് പറയാണ്, ഉമ്മമാരെ കേൾക്കണം, എനിക്ക് കുറെ മുമ്പ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അവനോടുമായി ചാറ്റിംഗായി, അവസാനം അവന്റെ ഒരുപാട് പ്രശ്നങ്ങളായപ്പോ ബന്ധം ഉപേക്ഷിച്ചു. ഇപ്പോഴതാ മറ്റൊരാളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹിച്ച വ്യക്തിയെ കല്യാണം കഴിക്കാൻ ഉമ്മ സമ്മതിക്കുന്നില്ല, ഉപ്പ സമ്മതിക്കുന്നില്ല. എന്റെ ഇഷ്ടക്കേട് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അവരോട് ഇഷ്ടമില്ല എന്നാണ് കുട്ടിയുടെ മറുപടി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്, ഇസ്ലാമിക കൾച്ചറിൽ വളർന്നു വന്ന കുട്ടിയാണ്. പിന്നെ എന്താണ് അബദ്ധം സംഭവിച്ചതെന്നല്ലേ? കുട്ടിയെ നിങ്ങൾ ഓവർ കർക്കശമാക്കരുത്, അത് അപകടമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. ഇതുവരെ എല്ലാവരും പറയുന്നത് കർശനമായി വളർത്തണം, കർക്കശമായി വളർത്തണം. പക്ഷെ അതിന് പരിധികളുണ്ട്. കുട്ടികൾക്ക് അനുവദിക്കപ്പെട്ട കളികളിൽ അവരെ ഏർപ്പെടുന്നതിൽ തെറ്റായി കാണേണ്ടതില്ല. ഹറാമിലേക്ക് പോകുന്നത് തടയണം, പക്ഷേ ഹലാൽ തടയേണ്ടതില്ല. കുട്ടി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വരണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. കുട്ടിയുടെ ഇഷ്ടം നമുക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന നല്ല ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം, അല്ലാത്തതാണെങ്കിൽ അവരെ ശകാരിക്കരുത്. കുട്ടിയെ ശകാരിച്ചാൽ ഉമ്മമാരെ കേൾക്കണേ, നിങ്ങൾ രക്ഷിതാക്കളെ കേൾക്കണേ. ഒരു മാതാവോ പിതാവോ കുട്ടിയെ ഉപദേശിക്കേണ്ടതിന് പകരം ശകാരിച്ചാൽ, ചീത്ത പറഞ്ഞാൽ ആ കുട്ടി നന്നാകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതേണ്ടതില്ല. ആദ്യം ചെയ്യേണ്ടത് ഉപദേശമാണ്, നല്ല ഉപദേശമാണ്. ഞാൻ ആ രക്ഷിതാവിനെ വിളിക്കുന്നു, ആ
കുട്ടിയുടെ പിതാവിനെ ഞാൻ വിളിച്ചു. കുട്ടിയുടെ പിതാവിന് ഓളെ കാര്യം പിന്നെ നോക്കുന്നില്ല, ഓളെ അവിടെ വിട്ടതാണ്. ഓളെ കുറിച്ചൊന്നും പറയരുതെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഉടനെ തന്നെ ആ പിതാവിനെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു. പിതാവിനെ വീണ്ടും ഫോൺ ചെയ്തു. പിതാവിനെ എത്തിയിട്ട് പറഞ്ഞു, നമ്മുടെ മോളാണ്, നമ്മുടെ മോള് കേട് വന്നാൽ പിന്നെ നമ്മളത് ഒഴിവാക്കാൻ പറ്റില്ല, നന്നാക്കി എടുക്കണം. നമ്മുടെ മോള് ആരാണ്? നമ്മുടെ മോള് വലിയ നമുക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന മഹൽ വ്യക്തിത്വമാണ്. അപ്പൊ എന്തെങ്ങനെയാണ് ശരിയാക്കല്? നിങ്ങൾക്ക് അവർ സ്നേഹം കൊടുക്കണം, കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം.